മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ എം.എൽ.എ. പി.വി. അൻവർ. റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ഈ സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞാൽ ഇവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി. കേരളവും സർക്കാരും ഇപ്പോൾ സർവനാശത്തിന്റെ വക്കിലാണ്. സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഫേസ്ബുക്ക് പേജിൽ അൻവർ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പി.എ. മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടാൽ എന്തും ചെയ്യും ഈ സർക്കാർ. അവിടെ ഒരു വകുപ്പിനും തിരുവായ്ക്ക് എതിർവായില്ല. ഈ പ്രിവിലേജിന്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. അതുതന്നെ, സാധാരണ സഖാക്കൾക്ക് മാത്രമല്ല പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും വരെ രക്ഷയില്ലെന്നാണ് കേൾവി. ടൂറിസം വകുപ്പിന് സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. സംഗതി സിമ്പിൾ ആണ്. 2 മിനിറ്റ് ദൈർഘ്യമുള്ള 4 വീഡിയോകൾക്കായി 39 ലക്ഷം. അപ്പോൾ വാർത്തകൾ സത്യമാണ്. റീൽസിൽ അല്പം ഭ്രമമുള്ള ആളു തന്നെ. വിവിധ ടൂറിസം മേളകളിൽ പ്രതിനിധികളെ അയക്കുന്നതിന് ആളൊന്നിന് 20 ലക്ഷം. ആരെല്ലാമാണാവോ 20 ലക്ഷം വിലയുള്ള ഈ പ്രതിനിധികൾ? കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന 2 വീഡിയോകൾക്ക് 13 ലക്ഷം. ദേ വീണ്ടും വീഡിയോ. ഉത്തരവാദ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ QR കോഡ് അടങ്ങിയ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ മറ്റൊരു 20 ലക്ഷം. ആകെ കേന്ദ്രങ്ങൾ 20 30 ആണ്. 4 ന്യൂസ് ലെറ്ററുകൾ തയ്യാറാക്കാൻ 13 ലക്ഷം. 2 ദിവസത്തെ റൂറൽ ആൻഡ് അഗ്രി ടൂറിസം കോൺക്ലേവിന് 50 ലക്ഷം. സംഗതി ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ മത്തനും കുമ്പളവും എല്ലാം വെച്ചുള്ള പ്രദർശനം. സരസ് മേളയിലെ സ്റ്റാളിന് 24 ലക്ഷം. റെസ്പോൺസിബിൾ ടൂറിസം സൊസൈറ്റി മിഷന്റെ ബ്രോഷർ തയ്യാറാക്കുന്നതിന് 15 ലക്ഷം. അപ്പോൾ ഒരു കോപ്പിക്ക് എത്ര? എന്തായാലും ആകെ 2 കോടി രൂപ. കേരളവും CPIM-ഉം ഒരുപോലെ സർവനാശത്തിന്റെ വക്കിലാണ്. അല്ലാതെന്തു പറയാൻ? ഇത്രയുമാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനിടെ ദേശീയപാത വിവാദത്തിൽ മന്ത്രി റിയാസ് പ്രതികരിച്ചു. റീൽസ് ഉണ്ടാക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും ശ്രീനഗർ ആരുടെയും തന്തയുടെ വകയല്ലെന്നും അവർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിലെ അഭാഗം സംബന്ധിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ വിശദീകരണം. മന്ത്രിമാർ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം റീൽസുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എതിർക്കുന്നവർക്ക് തലവേദനയാണ്. എത്ര വിമർശിച്ചാലും റീൽസ് ഇടുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത 66-ൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എന്തെന്ന് നേരത്തെ വിശദീകരിച്ചതാണ്. കോൺഗ്രസും BJP-യും അത് ഉൾക്കൊള്ളാത്തതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. നിർമ്മാണത്തിലുള്ള ഭാഗം ഇടിഞ്ഞതിൽ പ്രതിഷേധിച്ച് നിർമ്മാണം പ്രതിസന്ധിയിലാക്കാനുള്ള രാഷ്ട്രീയ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും ദേശീയപാത അതോറിറ്റിയിലെ സാങ്കേതിക വിദഗ്ധർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കുമെന്നും ഫേസ്ബുക്ക് പേജിലൂടെ മന്ത്രി പ്രതികരിച്ചു.